ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം വളരെ ഊഷ്മളമായി മാറുകയാണ്. നരേന്ദ്രമോദിയുടെ പുതിയ ഒരു കാൽവെപ്പാണ്. 7 വർഷത്തിന് ശേഷം നരേന്ദ്രമോദി ചൈനയിലെത്തി. കേരളത്തിൽ CPM-ഉം ദേശാഭിമാനി പത്രവും പറയുന്നത് പുതിയ ഒരു ലോകക്രമം ഇതാ ഉദയം ചെയ്തു എന്നാണ്. കോൺഗ്രസ് ഇനി എന്ത് നിലപാടെടുക്കും എന്നും ദേശാഭിമാനി ചോദിക്കുന്നു. അത് വളരെ പലതരത്തിലുള്ള മറുപടി ആവശ്യമുള്ള ഒരു വിഷയമാണ് അങ്ങ് ഉന്നയിച്ചത്. പക്ഷെ ഇതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാകൂല്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അത് മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും CPI ആണെങ്കിലും, കാടൻ നാടൻ നക്സലൈറ്റുകളുണ്ടല്ലോ, അർബൻ നക്സലൈറ്റും മറ്റേ നക്സലൈറ്റും, ആ കാടൻ നാടൻ നക്സലൈറ്റ് എല്ലാം ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പരിവാരം, ഇവർക്ക് മൊത്തം ഒരു നിലപാടുണ്ട്. അത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മളൊരു അന്തർദേശീയ കരാറോ നയതന്ത്ര ബന്ധങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആലോചിക്കുന്നത് അത് ഭാരതത്തിന് എങ്ങനെ നേട്ടം ഉണ്ടാകുമെന്ന. ഇറാനുമായോ സൗദിയുമായോ അമേരിക്കയുമായോ ഓസ്ട്രേലിയയുമായോ ചൈനയുമായോ റഷ്യയുമായോ നോർത്ത് കൊറിയയുമായോ പോലും നമ്മൾ അന്വേഷിക്കുന്നത് അത് ഭാരതത്തിന് എങ്ങനെ ഗുണമാകും എന്നുള്ളതാണ്. നേരെ മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പരിവാർ, ആ കമ്മ്യൂണിസ്റ്റ് പരിവാറിന്റെ ചിന്ത എന്ന് പറയുന്നത് അത് ഒരു കാലത്ത് സോവിയറ്റ് യൂണിയന് അല്ലെങ്കിൽ ചൈനയ്ക്ക് എങ്ങനെ ഗുണപ്പെടും എന്നുള്ള ചിന്ത. പുതിയ ഒരു ലോകക്രമം ഉണ്ടാവണം, നിയമത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ലോകക്രമം, എ റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ ഉണ്ടാവണം. ആർക്കും അക്കാര്യം സംശയമൊന്നുമില്ല. പക്ഷേ അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഏക ലോകക്രമം മാറ്റി ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ലോകക്രമം കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മറിയം അലക്സാണ്ടർ ബേബിയും പാർട്ടിയും ഡാനിയൽ രാജയും പാർട്ടിയും ഒക്കെ ആഗ്രഹിക്കുന്നത്. അതിനുള്ള വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്നാ പറയാനുള്ളത്. കോൺഗ്രസ്സുകാരെ ഉപദേശിച്ചോട്ടെ, ആണവായുധ കരാറിന്റെ പേരിൽ ചൈനയ്ക്ക് വേണ്ടി പ്രകാശ് കാരറ്റും മറ്റും ഭാരതത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ചൈനയ്ക്ക് വേണ്ടി എടുത്ത നിലപാട് ക്വാഡിന്റെ വിഷയം വന്നപ്പം, അതായത് അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, ഭാരതം ചേർന്നുള്ള 4 രാജ്യങ്ങളുടെ ക്വാഡ് സംവിധാനം, അത് വന്നപ്പോ കോടിയേരിയ ബാലകൃഷ്ണൻ പറഞ്ഞില്ലേ, എല്ലാവരും കൂടെ ചുറ്റും കൂടി ചൈനയെ തീർക്കാൻ പോവാന്ന്. അപ്പൊ ഈ സന്ദർഭങ്ങളിലൊക്കെ ഇവരെ നിയന്ത്രിക്കുന്ന ഘടകമെന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ചൈനയെ ബാധിക്കുന്നുള്ളതാണ്. അതിനവർ കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ നടത്തിയ ആ പ്രഭാഷണത്തെ തന്നെയാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഈ ട്രംപിന്റെ ടാരിഫ് വിഷയമാണല്ലോ പ്രധാനം. അതെ, ആ ടാരിഫിനെ കുറിച്ച് എത്ര പ്രാവശ്യം മോദിയുടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്? ആ കാര്യം മോദി പറഞ്ഞിട്ടേ ഇല്ല. അത് ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ വേണ്ടി ഭാരതം സക്ഷമമാണെന്നും ഭാരതത്തിന് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഭാരതത്തിലെ ചൈനച്ചാരന്മാരൊഴിച്ചുള്ള ജനസമൂഹത്തിനും കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതല്ല മെയിൻ വിഷയമായിട്ട് മെയിൻ വിഷയം പറഞ്ഞത്. ഒന്ന്, SCO എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ കടന്നാക്രമങ്ങളുടെ ആശയം മറന്നേക്കണം. SCO, സെക്യൂരിറ്റി ഉറപ്പാക്കണം. അത് കടന്നാക്രമങ്ങൾക്ക് അയൽ രാജ്യങ്ങളാണല്ലോ കടന്നാക്രമണം നടത്തുന്നത്, ഇവിടെ അതിന് തടസ്സപ്പെടണം എന്നുള്ളതാണ്. 2, കമ്മ്യൂണിക്കേഷൻ. സിക്ക് കമ്മ്യൂണിക്കേഷൻ എന്നാണ് മോദി കൊടുത്തത് എക്സ്പാൻഷൻ. അതിന് അർത്ഥം പോകുന്നതിനും വരുന്നതിനും
ആശയ സംവാദത്തിനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. പക്ഷെ കൂടെ വേറൊരു കാര്യം കൂടി പറഞ്ഞു. വിത്ത് റെസ്പെക്ട് ടു സോവറിനിറ്റി, പരമാധികാരങ്ങളെ, രാജ്യങ്ങളുടെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായ സന്ദേശം. ഇവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, ചൈന പാക് കോറിഡോർ, ഇതിനെയൊക്കെ വെല്ലുവിളിക്കുകയാണ് മോദി അവിടെ ചെയ്തത്. ഒപ്പം തന്നെ വേറൊരു കാര്യം, ടെററിസം, തീവ്രവാദം, ഭീകരത ഏത് രൂപത്തിലാണെങ്കിലും അതിനെ എതിർക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതെല്ലായിടത്തും പറയുന്നുണ്ട് നരേന്ദ്രമോദി. കാരണം എല്ലാ പ്രഭാഷണത്തിലും എല്ലാ പ്രഭാഷണത്തിനും അപ്പുറം ഇവിടെ പ്രാധാന്യമുണ്ട്. ചൈനയിൽ പറഞ്ഞ പ്രാധാന്യമുണ്ട്. ഈ പകൽഗാമിലെ കാര്യം എടുത്തു പറഞ്ഞു. അങ്ങ് ഓർക്കണം, അതിന് തലേദിവസത്തെ ഹിന്ദുവില് ഭാരതത്തിലെ ഏറ്റവും വലിയ ചൈനാപക്ഷ രാഷ്ട്രീയ നിരീക്ഷകനും അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകാരനുമായ ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി, അദ്ദേഹത്തിന്റെ മകളാണ് ഹിന്ദുവിൽ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്, സുഭാഷിണി ഹൈദർ. അവരൊരു ചോദ്യം ചോദിച്ചു, അതായത് മിനിഞ്ഞാന്ന് 31 രാവിലെ, പകൽഗാമിനെ കുറിച്ച് മോദി പറയുമോ. മോദി പകൽഗാമിനെ കുറിച്ച് പറഞ്ഞു. SCOയുടെ ജോയിന്റ് കമ്മ്യൂണിക്കേയിൽ അത് വന്നു. അത് പറഞ്ഞപ്പം കൃത്യമായി മോദി കൊടുത്ത സന്ദേശം, ഭീകര പ്രവർത്തനങ്ങൾ, ടെററിസം നടത്തുന്നവരെയും അതിന് പ്രേരിപ്പിക്കുന്നവരെയും അവരോടൊപ്പം നിൽക്കുന്നവരെയും അവരുടെ എല്ലാം പ്രവൃത്തി നിർത്തിക്കോണം എന്ന് കൃത്യമായ സന്ദേശമാണ് കൊടുത്തത്. അങ്ങനെ പറയുമ്പം പകൽഗാമിലെ മതം നോക്കി 26 പേരെ കൊന്നൊഴുക്കിയവന്മാരും അവർക്ക് സഹായിച്ച പാകിസ്ഥാനും അവരുടെ പിന്നിൽ നിന്ന് ചൈനയും അല്ല മോദി ലക്ഷ്യം വെച്ചതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതിനപ്പുറം ഒരു കൂട്ടരെ കൂടെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇസ്ലാമിക തീവ്രവാദം എന്ന് മാത്രമല്ല പറഞ്ഞത്, തീവ്രവാദം പേഴ്സെ, ടെററിസം പേഴ്സെ എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റും മാവോയിസ്റ്റ് ഭീകരതയും നിർത്തിക്കോ, സഹകരണം വേണമെങ്കിൽ എന്ന കൃത്യമായ സന്ദേശമാണ് അവിടെ നിന്ന് പോയത്. എൻ്റെ അഭിപ്രായത്തില് അമേരിക്കയ്ക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ സന്ദേശം ചൈനയ്ക്ക് കൊടുത്തു. മാത്രമല്ല, അത് ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ തുടർന്നു കഴിഞ്ഞിരിക്കുന്നു. കൂടെ തന്നെ പറഞ്ഞു, അതിർത്തിയിലെ പ്രശ്നങ്ങൾ, അതായത് ബോർഡർ മാനേജ്മെന്റ്, അത് കൂടുതൽ സമാധാനത്തിന് വഴിയൊരുക്കുന്നതാകണമെന്ന് ആവശ്യപ്പെട്ടു. മോദി പറയേണ്ട കാര്യം എല്ലാം പറഞ്ഞു. ഒരു കാര്യം കൂടി ഉൾക്കൊള്ളണം, ഭാരതവും ചൈനയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരിക്കലും ഭാരതമായിരുന്നില്ല കാരണക്കാര്. ഇവിടെ അവർ ചോദിക്കുന്നില്ല, മൈ ഫ്രണ്ടിൽ നിന്ന് വിട്ടി പറഞ്ഞിരുന്നതിനകത്ത് മൈ ഫ്രണ്ടിനെ ചതിക്കുന്ന പണി ആദ്യം കാണിച്ചതാ ആരാ? ചൈന. ഇന്ത്യ ചീനി ബായ് ബായ് എന്ന് പറഞ്ഞ് കൈകോർത്ത് പിടിച്ചിട്ട് ജവഹർലാൽ നെഹ്റുവിനെ ചതിച്ചത് ചൈനയാണ്. ആ ചൈനയുടെ ചാരന്മാരായവരാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പരിവാറിന്റെയും നേതാക്കന്മാര്. ഇനി വേറൊരു പ്രധാന കാര്യം, സാമ്രാജ്യത്വത്തിനെതിരെയാണ് ഈ കൂട്ടുകെട്ടെന്നാ പറഞ്ഞത്. ഇന്നലെ ഞാൻ കമ്മ്യൂണിക്കേരെങ്ങും ഒരിടത്തും സാമ്രാജ്യത്വത്തിനെതിരെയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. കാരണം ടിബറ്റിനെ സ്വതന്ത്രമാക്കാതെ, ഞാൻ ആവർത്തിക്കുന്നു, ടിബറ്റിനെ സ്വതന്ത്രമാക്കാതെ സാമ്രാജ്യത്തിനെതിരെ എന്തെങ്കിലും പറയുന്നതിന് ചൈനയ്ക്ക് അവകാശമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ വികസന മോഹവുമായി കോവിഡ് പോലുള്ള മഹാമാരിയെ പോലും ഉണ്ടാക്കി ലോകം പിടിച്ചെടുക്കാൻ ശ്രമിച്ച രാജ്യമാണ് ചൈന. പിന്നെ മറ്റു ചില കാര്യങ്ങളിലൂടെ സമയക്കുറവ് ഞാൻ പെട്ടെന്ന് സൂചിപ്പിക്കുക. സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടി അമേരിക്കയുമായിട്ട് കൂട്ടുപിടിച്ചതാരാ? റിച്ചാർഡ് നിക്സന്റെയും ഡോക്ടർ കിസിഞ്ചറിന്റെയും സൗഹൃദം തേടിയ മാവോ സേതുങ്ങല്ലേ സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത്. വിയറ്റ്നാം എന്ന കൊച്ചു രാജ്യത്തിനെ കടന്നാക്രമിച്ചതാരാ? ചൈന. അമേരിക്കയുടെ ആക്രമണം നമുക്കറിയാം. ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചു, കൊച്ചു രാജ്യത്തെ. ആ കൊച്ചു രാജ്യം തിരിഞ്ഞു നിന്നപ്പം വാലും ചുരുട്ടി അളയിലെ കോടി മാറിയ ഭീരുവായ രാജ്യമാണ് ചൈന. ചൈന കമ്മ്യൂണിസ്റ്റുകൾക്കൊപ്പം അല്ല.
സാർവദേശീയ പ്രത്യയശാസ്ത്രപരമായ ബന്ധമൊന്നും ചൈനയ്ക്കില്ല. ഏറ്റവും വലിയ സാമ്രാജ്യത്വ മോഹം ഉള്ളിലൊതുക്കുന്ന രാജ്യമാണ് ചൈന. അതുകൊണ്ട് ഒരു കാര്യം ഈ കട്ടിൽ കണ്ടാലും പനിക്കണ്ടെന്ന് പറഞ്ഞതുപോലെ അമേരിക്കയോട് കൃത്യമായ അമേരിക്ക ട്രംപ് കൊണ്ടുവന്ന നയങ്ങളോട് കൃത്യമായ എതിർപ്പുള്ളപ്പോഴും ഭാരതത്തിന് ചൈനയുടെ കാര്യത്തിൽ കരുതലില്ലാതെ അടുക്കാൻ പറ്റില്ല. നമ്മൾ ഓർക്കണം, ആരാണ് അമേരിക്കയെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്? നരേന്ദ്രമോദിക്ക് വിസ കൊടുക്കരുതെന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റിന് അപേക്ഷ കൊടുത്ത കൂട്ടത്തിൽ പ്രകാശ് കാരറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ മരിച്ചുപോയ ഇദ്ദേഹം യെച്ചൂരി ഉണ്ടായിരുന്നു. അവിടെ പോയി ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നവരുടെ കൂട്ടർ ചികിത്സയ്ക്കാണെന്ന് എനിക്ക് വിശ്വാസമില്ല. കൃത്യമായ മറ്റജണ്ടകളുമായി അമേരിക്കയിൽ സ്ഥിരം യാത്ര ചെയ്യുന്നതിന് സോണിയാഗാന്ധിയുടെ ഒട്ടും പുറകിലായിരുന്നില്ല പിണറായി വിജയൻ. അതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് ഇവരെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ പുറത്തു ഒരു അവസരം കൊടുക്കണ്ട. പ്രധാനമന്ത്രി വേറൊരു കാര്യം കൂടെ, ഏതായാലും വിദേശാഭിമാനി വാർത്തയിൽ 3 ലോക നേതാക്കന്മാർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നരേന്ദ്രമോദിയുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അതെ, പുടിനും ഷിയും മോദി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അടുത്തൊരു വാർത്തയിൽ വന്നപ്പോൾ 3 പ്രധാന നേതാക്കന്മാരൊക്കെയെന്നറിയോ? പുടിനും ഷിയും വടക്കൻ കൊറിയയുടെ നേതാവ്. വടക്കൻ കൊറിയയുടെ നേതാവിന് ലോക നേതാവാണെന്ന് പറയണമെങ്കിൽ അതിന് പ്രാക്കുളം ബേബിയുടെ പരിമിത ജ്ഞാനത്തിന്റെ ആ ഒരു പരിമിതി ഇല്ലെങ്കിൽ വേറെ ആർക്കും പറയാൻ പറ്റില്ല. ഒരർത്ഥത്തിലും വടക്കൻ കൊറിയ ലോക നേതാവൊന്നുമല്ല. ഒരു കാര്യം അവസാനമായി ഞാൻ പറഞ്ഞു നിർത്തുക. പട്ടിക്കൂടുണ്ട്, പേപ്പട്ടിക്കൂടുണ്ട്. പട്ടികയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പേപ്പട്ടിയുടെ പുറകെ പോകുന്ന ആരും ചിന്തിച്ചു പോരുത്. പട്ടിയെ പ്രതിരോധിക്കാൻ വേണ്ടി പേപ്പട്ടിയെ കൂട്ടുപിടിക്കില്ല. അമേരിക്ക കാണിച്ചത് തെറ്റാണ്. അമേരിക്കൻ നിലപാട് ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നതിനും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. ഒപ്പം നിന്ന് തുല്യമായ തെറ്റാണ്, അബദ്ധമായിരിക്കും. അതിനേക്കാൾ കൂടുതൽ പേ പിടിച്ച രാജ്യമായ ചൈനയുടെ പിന്നാലെ പോയാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ അവിടെ ചെന്നപ്പം അവിടെ ഉണ്ട് നല്ല തുടക്കത്തിലാണ്. ഇത് തന്നെ മോദി നേരത്തെ ചെയ്തത്. 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ അന്ന് തന്നെ ചൈനയോടും പാകിസ്ഥാനോടും അമേരിക്കയോടും ഈ 3 രാജ്യങ്ങളായിരുന്നു ഭാരതത്തിനുള്ളിലെ മോദി വിരുദ്ധ ഭാരത വിരുദ്ധ രാഷ്ട്രീയ കൂട്ടായ്മയുടെ വിദേശത്തു നിന്നുള്ള സഹായം. ആ 3 കൂട്ടരോടും രഞ്ജിപ്പിന് ശ്രമിച്ചു. ആ 3 കൂട്ടരിൽ ഒരു കൂട്ടരെ അമേരിക്കയെ തൽക്കാലത്തേക്ക് നടത്തിയെടുത്തു. അത്രേ മോദി ചെയ്തിട്ടുള്ളൂ. അതിലും വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. നിങ്ങൾ അത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ പിന്തുണയോടുകൂടി ഭാരതത്തിന് മോദിക്കെതിരെ കരുക്കൾ നീക്കിയപ്പം അമേരിക്കയും ചൈനയും പാകിസ്ഥാനും ഒന്നിച്ചു നിന്ന് എതിർക്കുന്ന അവസരത്തിൽ ആ എതിർശക്തിയുടെ ബലം കുറയ്ക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് കൂടെ കിട്ടിയപ്പോൾ അമേരിക്ക കൂടെ കൂട്ടി. ഇന്ന് അമേരിക്ക പ്രസ്താവന കണ്ടാൽ തന്ത്രപരമായിട്ട് ചൈനയോട് എടുക്കും, നാളെ വേണ്ടി വന്ന പാകിസ്ഥാനോടും എടുക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മോദി എന്ത് ചെയ്യുന്നതും നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നതും ഭാരതത്തിന് വേണ്ടിയായിരിക്കും. അദ്ദേഹത്തിന് സുപ്രധാനമായ ലക്ഷ്യം ഭാരതം ഒന്നാമത് എന്നുള്ളതായിരിക്കും. ഭാരതത്തിന്റെ വികസനമായിരിക്കും. ലോകത്തിനെ ഒരിക്കലും കീഴ്പ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ ഭാരതത്തിന്റെ വികസന മന്ത്രം, ആത്മനിർഭരത ഉൾപ്പെടെയുള്ളത്, വികസിത ഭാരതത്തിന്റെ സന്ദേശം വികസിത മാനവികതയ്ക്ക് ഉറപ്പുണ്ടാകുന്ന തരത്തിലേക്ക് പോകുന്നവരാണ് മോദി ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വസുദൈവ കുടുംബകം സങ്കല്പം G20 ആ ജോയിന്റ് കമ്മ്യൂണിക്ക് ഉൾപ്പെടുത്താൻ വന്നപ്പം അതിനെ എതിർത്ത ചൈന തന്നെ ആ വസുദൈവ കുടുംബകം ജോയിന്റ് കമ്മ്യൂണിക്കയിൽ ജോയിന്റ് കമ്മ്യൂണിക്കയിൽ കൊണ്ടുവന്നു. പഹൽഗാമിനെ കുറിച്ച്
പഹൽഗാം ഭീകരതയെക്കുറിച്ച് പറയാൻ മടിച്ചതിന്റെ പേരില് ജൂൺ മാസത്തിൽ 3 മാസം മുമ്പ് ചൈനയിൽ നടന്ന SCO കൂട്ടായ്മയിലെ പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ നിന്ന് ഒപ്പിടാതെ രാജ്നാഥ് സിംഗ് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രി ഇറങ്ങിപ്പോന്നു. ആ കമ്മ്യൂണിക്ക ഉണ്ടായതേ ഇല്ല. ആ സാഹചര്യത്തിലാണ് 3 മാസത്തിനുള്ളിൽ ചൈന തന്നെ സ്വയം തിരുത്തി. ചൈനയാണ് തിരുത്തൽ നടത്തിയിരിക്കുന്നത്. ചൈനയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ തിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. അത് സ്വന്തം തെറ്റ് മനസ്സിലാക്കി സോവിയറ്റ് യൂണിയനെ ഇല്ലാതാക്കാൻ നോക്കിയതുപോലെ, വിയറ്റ്നാമിനെ ഇല്ലാതാക്കാൻ നോക്കിയതുപോലെ, വേണ്ട അയൽ രാജ്യങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ നോക്കുന്നത് പോലെ സോവിയറ്റ് യൂണിയൻ ചൈന ഭാരതത്തിനെതിരെ വീണ്ടും പഴയ ചതിയുടെ മാർഗവുമായി വന്നു കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയും ആ മറുപടിക്കുള്ള അസ്ത്രങ്ങളും നരേന്ദ്രമോദിയുടെയും ഭാരതത്തിന്റെയും ആവനാഴിയിലുണ്ട്. അത് മറക്കാതെ കളിക്കണ്ട എന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ബേബിയുമൊക്കെ ഇപ്പൊ ചൈനയ്ക്ക് കൊടുക്കേണ്ട സന്ദേശം. അത്ര എനിക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.